ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 10ാം ക്ലാസ് ബയോളജിയുടെ രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ മലയാളം മീഡിയം ഭാഗത്തിൻ്റെ കണ്ടിന്യൂവേഷനാണ്. നമ്മൾ ഓൾറെഡി ഒരുപാട് ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ ആദ്യം അത് പോയി കാണണം. അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. ജീവപരിണാമത്തെ സാധൂകരിക്കുന്ന കൂടുതൽ തെളിവുകൾ കണ്ടെത്തി പ്രസൻറ്റേഷൻ തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കൂ. നമ്മൾ ഏതൊക്കെ പഠിച്ചു? ഫോസിലുകളുടെ പഠനം, തന്മാത്ര, ജീവശാസ്ത്രം, പിന്നെന്തായിരുന്നു നമ്മൾ പഠിച്ചത്? ലാസ്റ്റ് ഫോസിൽ തെളിവുകളാണ് പഠിച്ചത്. ആന്തരഘടനയിലെ താരതമ്യം, ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. വൈറസുകളിലേതുപോലെ മനുഷ്യരുടെ രൂപപ്പെടലിലും പെട്ടെന്നുള്ള പരിണാമമായ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകുമോ? നിങ്ങൾക്കും തോന്നിയില്ലേ മനുഷ്യൻ പെട്ടെന്ന് രൂപപ്പെട്ടതായിരിക്കുമോ? വൈറസുകൾക്ക് വളരെ കുറഞ്ഞ കാലയളവിനുള്ളിൽ പരിണാമം സംഭവിക്കുന്നു. പക്ഷേ നമ്മൾ എന്ത് ചെയ്തു? വൈറസിന്, ഈ കുട്ടീൻ്റെ ശരീരത്തിൽ വൈറസ് കയറിയെന്ന് വെച്ചോളൂ. വൈറസ് കയറിയ സമയത്ത് തന്നെ 2-3 ദിവസങ്ങൾ കൊണ്ട് പരിണാമം സംഭവിച്ച് കൊടുക്കുന്ന മരുന്നുകൾക്ക് പ്രതിരോധശേഷിയൊക്കെ കിട്ടിയേക്കാം. പക്ഷേ മനുഷ്യരങ്ങനെയാണോ? അല്ല. മനുഷ്യർ രൂപപ്പെടാൻ ലക്ഷക്കണക്കിന് വർഷങ്ങൾ നീണ്ടുനിന്ന പരിണാമം നടന്നിട്ടുള്ളതായി ഞാൻ വായിച്ചിട്ടുണ്ടെന്നാണ് ആ കുട്ടി പറയുന്നത്. നമുക്ക് നോക്കാം. മനുഷ്യ പരിണാമം നിരവധി കാലം നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയാണ്. ഇക്കാലയളവിൽ മനുഷ്യന് എന്തെല്ലാം മാറ്റങ്ങളായിരിക്കാം ഉണ്ടായിട്ടുണ്ടാവുക? സസ്തനി വിഭാഗത്തിലെ കുരങ്ങുകളുടെയും ആൾക്കുരങ്ങുകളുടെയും മനുഷ്യരുടെയും പൊതുപൂർവികർ പ്രൈമേറ്റുകൾ എന്ന വിഭാഗത്തിൽപ്പെട്ടവയായിരുന്നു. പ്രൈമേറ്റുകൾ, അതായത് ഈ പ്രൈമേറ്റുകളിൽ നിന്ന് ആരൊക്കെയാണ് ഉണ്ടായത്? കുരങ്ങന്മാരുണ്ടായി, ആൾക്കുരങ്ങുകൾ ഉണ്ടായി, മനുഷ്യരുണ്ടായി, അതിനിടയിൽ വേറെ കുറേ ആളുകളുണ്ടായി. എന്തൊക്കെയായിരുന്നു നമ്മുടെ പൊതു സ്വഭാവ സവിശേഷതകൾ എന്നാണ് പറയുന്നത്? മറ്റ് വിരലുകളോട് സമ്മുഖമാക്കാവുന്ന തള്ളവിരലുകൾ എന്താണ്? നമ്മുടെ സ്വഭാവമാണ്. ദ്വിനേത്ര ദർശനം, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? മറ്റു വിരലുകൾ കൊണ്ട് സുഗമമാക്കുന്ന തള്ളവിരൽ എന്താണ്? നമ്മളുടെ 4 വിരലുകൾക്ക് ഓപ്പോസിറ്റായിട്ട് നമ്മുടെ തള്ളവിരൽ നിർത്താൻ പറ്റും. ദ്വിനേത്ര ദർശനം എന്തായിരുന്നു? നമുക്ക് 2 കണ്ണുകളുണ്ട്, പക്ഷെ 2 ഇമേജ് ആയിട്ടാണോ നമ്മൾ കാണുന്നത്? നമ്മൾ ഒരാളെ നോക്കുന്ന സമയത്ത് ഒരാളായിട്ടല്ലേ കാണുന്നത്? 2ലെയും കാഴ്ച തലച്ചോറിൽ വെച്ച് സംയോജിപ്പിച്ചിട്ടുള്ള ഒരു റിസൾട്ടാണ് നമുക്ക് കാണുന്നത്. പിന്നെ നമുക്ക് 2 കാലുകളുണ്ട്. അങ്ങനെ ഒരുപാട് സവിശേഷതകൾ നമുക്ക് എന്താണ് കോമൺ ആയിട്ടുണ്ട് അല്ലേ? മനുഷ്യ പരിണാമ വൃക്ഷത്തിൽ ഉൾപ്പെടുന്ന ജീവികൾ ഏതെല്ലാമാണ്? നമുക്ക് നോക്കാം. ഇവിടെ പ്രൈമേറ്റുകൾ എന്ന് പറയുന്ന ഒരു പൊതു പൂർവികൻ ഉണ്ട്. അവരിൽ നിന്ന് ആന്ത്രപ്പോയിഡിയ എന്നുള്ളൊരു വിഭാഗം ഉണ്ടാകുന്നു. ആ ആന്ത്രപ്പോയിഡ് കാണാതെ പഠിക്കണേ. ആന്ത്രപ്പോയിഡിയയിൽ നിന്ന് സെർക്കോപിത്തിക്കോയിഡിയ, ഹോമിനോയിഡിയ, നേരത്തെ ഞാൻ പറഞ്ഞ പരിണാമ വൃക്ഷം പോലെ തന്നെ കാണാതെ പഠിക്കേണ്ടതാണ്. അപ്പോൾ എന്ത് ചെയ്തു? സെർക്കോപിത്തക്കോയിഡിയ, ഹോമിനോയിഡിയ ഉണ്ടായി. ഈ സെർക്കോപിത്തിക്കോയിഡിയയിൽ നിന്നാണ് കുരങ്ങുണ്ടാവുന്നത്. അവർക്ക് ചെറിയ മസ്തിഷ്കമായിരിക്കാം, വാലുള്ളവരായിരിക്കാം. എന്നാൽ ഹോമിനോയിഡ് ഹ്യൂമൺ എന്നുള്ളതിനുമായിട്ട് കമ്പയർ ചെയ്ത് പഠിച്ചാൽ മതി. വലിയ മസ്തിഷ്കവും വാലില്ലാത്തവരും ഉണ്ടായി. ഈ ഹോമിനോയിഡിയാണ് ഗിബ്ബൺ, ഒറാങ്ങൂട്ടാൻ, ഗൊറില്ല, ചിമ്പാൻസി, മനുഷ്യർ എന്നിവയായി മാറിയത്. ഗിബ്ബണിന് വ്യത്യാസം വന്നിട്ടായിരിക്കാം ഒറാങ്ങൂട്ടാൻ ഉണ്ടായിട്ടുണ്ടാവുക ഒരു പക്ഷേ. അവരിൽ കുറച്ചും കൂടി വ്യത്യാസം വന്ന് ഗൊറില്ലകളുണ്ടായി, അവരിൽ വ്യത്യാസം വന്ന് ചിമ്പാൻസികളുണ്ടായി, അതിന് വ്യത്യാസം വന്ന് മനുഷ്യരുണ്ടായി. കാണാതെ പഠിക്കുക. പ്രൈമേറ്റുകൾ, ആന്ത്രോപോയിഡിയെ, സെർക്കോപിത്തിക്കോയിഡിയ, ഹോമിനോയിഡിയ. സെർക്കോപിത്തിക്കോയിഡിയിൽ നിന്ന് കുരങ്ങുണ്ടാവുന്നു. ഹോമിനോയിഡിയിൽ നിന്ന് ഗിബ്ബണും ഒറാങ്ങൂട്ടാനും ഗൊറില്ലയും ചിമ്പാൻസിയും മനുഷ്യനും ഉണ്ടാവുന്നു. സൂചകങ്ങൾ എന്തൊക്കെയാണ്? ആന്ത്രോപോയിഡിയയിലെ 2 വിഭാഗങ്ങളും അവയുടെ പ്രത്യേകതകളും നമ്മൾ പഠിക്കണം. ആൾക്കുരങ്ങുകളുടെയും മനുഷ്യനും ഉൾപ്പെടുന്ന പൊതുവിഭാഗം ഏതാണ്? ഹോമിനോയിഡിയ. മനുഷ്യരോട് പരിണാമപരമായി ഏറ്റവും അടുത്തു നിൽക്കുന്ന ജീവി ഏതെന്ന് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞ നേരത്തെ തന്നെ അല്ലേ? ചിമ്പാൻസി. ഇത് കാരണം എന്താണെന്ന് തിരിച്ചറിഞ്ഞെഴുതൂ. എന്താണ്? അവർ ഈ ഹോമിനോയിഡിയ എന്നുള്ള വിഭാഗത്തിൽ വരുന്നവരാണ്. അവരുടെ എന്താ പറയുക, സ്വഭാവ സവിശേഷതകളും എല്ലാം എന്താണ് കുറച്ചുകൂടി സാമ്യതയുള്ളവയാണ്. പട്ടിക 2.1 നൽകിയിട്ടുള്ള ജീവികളുടെ തന്മാത്രാ താരതമ്യ പഠനം നൽകുന്ന തെളിവുകളുടെ കൂടി അടിസ്ഥാനത്തിൽ ചിത്രങ്ങളുടെ കണ്ടെത്തലിൻ്റെ സാധ്യത സ്വന്തം വിലയിരുത്തൂ. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ചിമ്പാൻസി, ഗൊറില്ല,
എലി അവരുടെ അടിസ്ഥാനത്തിൽ തന്മാത്ര താരതമ്യം നടത്തിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ബീറ്റ ചെയിൻ നോക്കിയിട്ട്. അതാണ് പറഞ്ഞത്. പരിണാമ ചിത്രം അനാവരണം ചെയ്യുന്നതിൽ ഫോസിലുകൾ നിർണായകമായി പങ്കുവഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കി. നമ്മൾ ആർക്കിയോപ്റ്ററിക്സ്, കുതിരകളുടെ കാല്, ഡൈനോസർ ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. പരിണാമപരമായ ചരിത്രവും ലഭ്യമായ ഫോസിലുകളുടെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കുവാൻ ശാസ്ത്രലോകത്തിന് സാധിച്ചിട്ടുണ്ട്. ചിമ്പാൻസിയെയും മനുഷ്യനെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന മോസ്റ്റ് റീസെൻറ്റ് കോമൺ ആൻസസ്റ്റർ, ഏറ്റവും അടുത്ത് നിൽക്കുന്ന പൊതുപൂർവികൻ നിന്നും മനുഷ്യനിലേക്കുള്ള പരിണാമപാതയിൽ മറ്റു ചില ജീവികളും ഉണ്ടായിരിക്കാം. അവയെക്കുറിച്ചുള്ള വിവരണമാണ് നമ്മൾ പഠിക്കുന്നത്. അതായത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം, ഒന്ന് മായ്ച്ചു കളയട്ടെ കേട്ടോ. അതായത് ഈ ഹോമിനോയിഡിയിൽ നിന്ന് ചിമ്പാൻസി ഉണ്ടായി. ചിമ്പാൻസിക്ക് മനുഷ്യനായിട്ട് മാറണം. ഒറ്റയടിക്ക് മാറാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതിനിടക്ക് പല കണ്ണികളും ഉണ്ടായിട്ടുണ്ടാവാം. ചിമ്പാൻസി ഇതായി മാറും, ഇത് ഇങ്ങോട്ട് മാറും, ഇങ്ങനെ മാറും. പിന്നീടാണ് മനുഷ്യൻ, ഒറ്റച്ചാട്ടത്തിനല്ല, ചെറിയ ചെറിയ സ്റ്റെപ്പുകളിലൂടെയാണ് മനുഷ്യനുണ്ടായി വന്നിട്ടുള്ളത്. ആ സ്റ്റെപ്പുകളാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്, ഓരോന്നായി പഠിക്കാൻ പോകുന്നത്. ആദ്യത്തേത് സഹലാന്ത്രോപ്പസ് ചാഡൻസിസ്. കാണാതെ പഠിച്ചോളൂ കേട്ടോ. പേരൊക്കെ പറഞ്ഞു പഠിക്കുക, എഴുതി പഠിക്കാം, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കി വിളിച്ച് പഠിക്കാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, പക്ഷേ പഠിച്ചിരിക്കണം. സഹലാന്ത്രോപ്പസ് ചാഡൻസിസ് മനുഷ്യ പരിണാമ പരമ്പരയിലെ ആദ്യ കണ്ണിയാണ്. ആഫ്രിക്കയിലെ ചാഡിൽ നിന്നുമാണ് ഇവരെ കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ചാഡൻസിസ് എന്ന് പറയുന്നത്. അവർക്ക് 350 സെൻറ്റിമീറ്റർ ക്യൂബാണ് മസ്തിഷ്കത്തിൻ്റെ വലുപ്പം. നമുക്കിവിടെ വരുംതോറും ഹോമോ സാപ്പിയൻസ് എന്ന് പറയുന്ന ഇന്നത്തെ ആധുനിക മനുഷ്യനിലേക്ക് എത്തുമ്പോൾ അത് 1000 കൂടി 1350 ആവുന്നുണ്ട്. അപ്പോൾ ഇതൊരു മസ്തിഷ്ക വലിപ്പം കൂടി വരികയാണ്. ചെറിയ വ്യത്യാസം വരുന്നുണ്ട്, നമുക്ക് ലാസ്റ്റ് പഠിക്കാം. അടുത്ത ആളാണ് ആസ്ട്രലോപിത്തക്കസ്. മൂന്നാമത്തെ ആൾ സഹലാന്ത്രോപ്പസ് ചാഡൻസിസ്, ചാഡിൽ നിന്ന് കിട്ടിയതുകൊണ്ട് ചാഡൻസിസ്. ആസ്ട്രലോപിത്തക്കസ് രണ്ടാമത്തെ ആൾ. അവരുടെ പ്രത്യേകത 450 സെൻറ്റിമീറ്റർ ക്യൂബാണ്. 100 സെൻറ്റിമീറ്റർ ക്യൂബ് അധികം വരുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? തലച്ചോറിൻ്റെ പ്രവർത്തനവും കൂടിയിട്ടുണ്ടാവും. ഈ വിഭാഗത്തിൽപ്പെട്ട ജീവികളുടെ ഏതാണ്ട് പൂർണ്ണമായ ഫോസിൽ ആഫ്രിക്കയിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇവരും ആഫ്രിക്കയിൽ തന്നെ, അവർ ചാഡിൽ നിന്നും കൂടിയാണ് പഠിച്ചിട്ടുണ്ട്. അസ്ഥികൂടത്തിൻ്റെ ഘടന ഇരുകാലുകളിലുള്ള നടത്തം. അതായത് ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ചിമ്പാൻസിക്ക് 2 കൈയും 2 കാലും ഉണ്ട്. പക്ഷെ അത് കൈയോ കാലോ എന്ന് പൂർണ്ണമായി പറയാൻ പറ്റില്ല. അപ്പോൾ ഇവിടുന്ന് സഹലാൻട്രോപ്പസ് വന്നു. സഹലാൻട്രോപ്പസിന് മാറ്റം വന്നാണ് ആഫ്രിക്കയിൽ നിന്ന് നമുക്ക് ആസ്ട്രലോപിത്തക്കസിനെ കണ്ട സമയത്ത് ആസ്ട്രലോപിത്തക്കസ് 2 കാലിൽ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മൂന്നാമത്തതാണ് ഹോമോ ഹബിലിസ്. ഫോസിലുകൾ ആഫ്രിക്കയിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. വലിയ തലയുടെ വലിപ്പം കൂടി, തലച്ചോറിൻ്റെ വലിപ്പവും കൂടി 600 സെൻറ്റിമീറ്റർ ക്യൂബായി. കൈകൾ ഉപയോഗിച്ച്, അപ്പോൾ കാലുകൾ എന്നുള്ള വ്യത്യാസം വരാൻ തുടങ്ങി. 2 കാലിൽ നടക്കാൻ തുടങ്ങി ആസ്ട്രലോപിത്തക്കസ്. ഹോമോ ഹബിലിസ് ആയപ്പോൾ കൈകൾ ഉപയോഗിച്ചിട്ട് കല്ലുകൾ കൊണ്ടുള്ള ഉപകരണങ്ങളൊക്കെ നിർമ്മിക്കാൻ തുടങ്ങി. ചെറിയ കൂട്ടമായിട്ട്, ഇന്നത്തെ മനുഷ്യൻ്റെ ഒരു ബേസിക് സ്വഭാവമാണ് അല്ലേ, കുടുംബമായിട്ട് ജീവിക്കുക. അതിൻ്റെ ഒരു മിനിയേച്ചറായിട്ട് കൂട്ടമായി ജീവിക്കാൻ തുടങ്ങി. വേട്ടയാടൽ ആരംഭിച്ചു. ഭക്ഷണം കഴിക്കണം, നമ്മൾ ഭക്ഷണം കണ്ടെത്തണം എന്നുള്ളതൊക്കെ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കാനും കൂടെ തുടങ്ങി. 4 ഹോമോ ഇറക്റ്റസ് എന്ന് പറഞ്ഞാൽ, ഇറക്റ്റ് ആവുക എന്ന് പറഞ്ഞാൽ എന്താണ്? നേരെ നിൽക്കുക എന്നുള്ളതാണ്. ആഫ്രിക്കയിൽ നിന്നും ഏഷ്യയിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. യൂറോപ്പിലും ഉണ്ടായിട്ടുണ്ട്. ഇരുകാലുകളിൽ നിവർന്ന് നടക്കാൻ കഴിവുണ്ട്. വിശാലമായ നെറ്റിത്തടമുണ്ട്. മിശ്രബുക്കുകളാണ്. സസ്യജാലങ്ങളെയും മൃഗങ്ങളെയും കഴിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതാ പറഞ്ഞത്, നമുക്ക് ഓപ്ഷൻസൊക്കെ അതും കഴിക്കാം ഇതും കഴിക്കാം എന്നുള്ളതൊക്കെ ഒരു ബുദ്ധി വന്നു. മികവോടുകൂടിയ കല്ലായുധങ്ങൾ വേട്ടയാടുന്നതിനായി ഉപയോഗിച്ചു. കണ്ടോ, നമ്മൾ ഹോമോ ഇറക്റ്റസ് എത്തിയപ്പോൾ 900 സെൻറ്റിമീറ്റർ ക്യൂബായില്ലേ. ക്രേനിയൽ കപ്പാസിറ്റി, മസ്തിഷ്കത്തിൻ്റെ വലിപ്പമാണ് പറയുന്നത്. അപ്പോൾ എന്തായി? നമ്മൾ മനുഷ്യനിലേക്ക് അടുത്തടുത്ത് വരുന്ന പോലെയായി. അടുത്തതാണ് ഹോമോ നിയാൻഡർതാലൻസിസ്. 5ാമത്തെ ആളാണ്. ചിത്രം കണ്ടാൽ തന്നെ അറിയാം, മനുഷ്യരൂപത്തിലേക്ക് എത്തി തുടങ്ങി. ആധുനിക മനുഷ്യൻ്റെ സമകാലികരാണ്. അതായത് ഇവരും ഹോമോ സാപ്പിയൻസും ഇപ്പം നമ്മളുള്ള വിഭാഗവും ഏകദേശം ഒരേ കാലത്ത് ജീവിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാം. ജർമ്മനിയിൽ നിന്നാണ് ഇവരത് ഫോസിൽ കിട്ടുന്നത്. ചെറുതും ചെരിഞ്ഞതുമായ നെറ്റിത്തടമുണ്ട്. കട്ടി കൂടിയ പുരികത്തടമുണ്ട്.
ശവശരീരങ്ങളൊക്കെ മറവ് ചെയ്തിരുന്നു. ഇപ്പോഴത്തെ പോലെ അതൊരു സിസ്റ്റമായിരുന്നു. 1450 സെൻറ്റിമീറ്റർ ക്യൂബ്. ഇപ്പോഴത്തെ മനുഷ്യന് 1350. അതായത് ഇപ്പോഴത്തെ മനുഷ്യനേക്കാൾ ബുദ്ധിവികാസം സംഭവിച്ചവരായിരുന്നു ഹോമോ നിയാണ്ടർതാലൻസിസ്. ഇനി ആധുനിക മനുഷ്യനായിട്ടുള്ള ഹോമോസാപ്പിയൻസ് ആറാമതായിട്ട് സാങ്കേതിക വിദ്യകളും കൃഷിരീതികളും സ്വായത്തമാക്കി മൃഗങ്ങളെ ഇണക്കി വളർത്തുകയും നഗരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. സാംസ്കാരികമായി ഏറ്റവും അധികം പരിണാമം സംഭവിച്ച വിഭാഗക്കാരാണ് ഇവർ. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സഹലാന്ത്രോപ്പസ് ചാഡൻസിസിൻ്റെ മസ്തിഷ്ക വലുപ്പം 350 ആസ്ട്രോപിത്തിക്കസിന് 450 ഹോമോ ഹബിലിസിന് 600 ഹോമോ ഇറക്ടസിന് 900 ഹോമോ നിയാണ്ടർതാലൻസിന് 1450 സെൻറ്റിമീറ്റർ ക്യൂബാണ് കേട്ടോ. അതൊക്കെ സെൻറ്റിമീറ്റർ ക്യൂബിലാണ് വരുന്നത്. ഹോമോസാപ്പിയൻസിന് 1350 സെൻറ്റിമീറ്റർ ക്യൂബിന്. ഇപ്പം ഞാൻ എഴുതിയ പോലെ കാണാതെ എഴുതാൻ പഠിക്കണം. അതിനെന്ത് ചെയ്യണം? ഒരുപാട് തവണ വായിക്കണം, ഇതെല്ലാം പഠിക്കണം. ഇനി ഇവരുടെ സവിശേഷതകൾ എന്തൊക്കെയായിരുന്നു? ഇവരെ ചാഡിൽ നിന്നാണ് കിട്ടിയത്. മനുഷ്യൻ്റെ ആദ്യ കണ്ണിയാണ്. ആസ്ട്രലോപിത്തക്കസിൻ്റെ സ്വഭാവം എന്തായിരുന്നു? ആഫ്രിക്കയിൽ നിന്നാണ്. ഇരുകാലുകളിലെ നടത്തം. പിന്നെ ഹോമോ ഹബിലിസ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? കൈകൾ ഉപയോഗിച്ച് ഉപകരണങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഹോമോ ഇറക്ടസ് നിവർന്ന് നടക്കാൻ തുടങ്ങി. പിന്നെ കൂട്ടമായി ജീവിക്കാൻ തുടങ്ങിയിരുന്നു. പിന്നെ നെറ്റിത്തടത്തിന് വ്യത്യാസം ഉണ്ടായിരുന്നു, പുരികത്തിന് വ്യത്യാസം ഉണ്ടായിരുന്നു. ഹോമോ നിയാണ്ടർതാലൻസിസ് ശവശരീരം കുഴിച്ചിടാനൊക്കെ തുടങ്ങിയിരുന്നു. പിന്നെ ആധുനിക മനുഷ്യൻ്റെ സമകാലികമായി ജീവിച്ചിരുന്നു. ഹോമോസാപ്പിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ വളർച്ച നേടുകയും പിന്നെ മൃഗങ്ങളൊക്കെ ഇണക്കി വളർത്തുകയും അങ്ങനെ ഏറ്റവും അധികം പരിണാമം സംഭവിച്ച ഒരു വിഭാഗമായിട്ട് മാറുകയും ചെയ്തു. ഇനി നിയാണ്ടർതാലുകളും ആധുനിക മനുഷ്യരും തമ്മിലുള്ള ഒരു കുറിപ്പാണ് വായിക്കാൻ പോകുന്നത്. നിയാണ്ടർതാലുകളും ആധുനിക മനുഷ്യർക്കും പൊതുപൂർവിക ജീവിയുണ്ട്. അതുകൊണ്ടാണ് ഇവർ സമകാലികമായി ഒരേ കാലത്ത് ജീവിച്ചു എന്ന് പറയുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങളായി ഇവ രണ്ടും സഹവസിക്കുകയും പരസ്പരം ജീനുകൾ കൈമാറുകയും ചെയ്തു. ആഫ്രിക്കൻ ഇതര ആധുനിക മനുഷ്യർക്ക് ഏകദേശം 1 മുതൽ 2 വരെ ശതമാനം നിയാണ്ടർതാൽ DNA ഉണ്ടെന്ന് ജനിതക തെളിവുകൾ കാണിക്കുന്നുണ്ട്. ആഫ്രിക്കയുമായിട്ടുള്ള ബന്ധമുള്ള ആധുനിക മനുഷ്യർക്ക് കേട്ടോ ഏകദേശം നിയാണ്ടർതാലിൻ്റെ 1 മുതൽ 2% DNA ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവർ എന്ത് ചെയ്തിട്ടുണ്ടാകും? ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും പ്രത്യുൽപാദനം നടത്തുകയൊക്കെ ചെയ്ത സമയത്താണ് ഈ DNA ഉണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവരെന്ത് ചെയ്തിട്ടുണ്ട്? ഒരേ സമയത്ത് ജീവിച്ചിട്ടുണ്ട്, ഇവർ ബന്ധത്തിൽ വന്നിട്ടുണ്ട്. നിയാണ്ടർതാലുകളുടെ മസ്തിഷ്കത്തിൻ്റെ വലിപ്പം ആധുനിക മനുഷ്യരെക്കാൾ ശരാശരി അല്പം കൂടുതലായിരുന്നു. 1450 സെൻറ്റിമീറ്റർ ക്യൂബ് ഉണ്ടായിരുന്നു. അവയുടെ മസ്തിഷ്ക ഘടന കാഴ്ചയ്ക്കും ശരീര നിയന്ത്രണത്തിനും കൂടുതൽ അനുയോജ്യമായിരുന്നു. എന്നാൽ ആധുനിക മനുഷ്യരുടെ മസ്തിഷ്കം സാമൂഹിക ഇടപെടലിനും സങ്കീർണമായ ചിന്തകൾക്കും സഹായകമായി. നിയാണ്ടർതാലുകൾക്ക് 40,000 വർഷം മുമ്പ് വംശനാശം സംഭവിച്ചിട്ടുണ്ട്. ഹോമോ സാപ്പിയൻസ് ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. നമ്മുടെ 1350 മസ്തിഷ്കത്തിൻ്റെ സെറ്റപ്പ് എന്താണ്? സാമൂഹിക ഇടപെടലിനും സങ്കീർണമായ, നമ്മളൊരു സാമൂഹ്യ ജീവിയാണ് മനുഷ്യനെ അല്ലേ. അതിന് പറ്റിയതാണ് നമ്മുടെ തലച്ചോറ് എന്ന് പറയുന്നത്. കഴിഞ്ഞ 3 മുതൽ 4 ദശലക്ഷം വർഷങ്ങൾക്കിടയിലുണ്ടായ മസ്തിഷ്ക വലുപ്പ വർധനവ് മനുഷ്യ പരിണാമത്തിലെ മുഖ്യ പ്രവണതയാണ്. 2 ദശലക്ഷം വർഷങ്ങൾ കൊണ്ട് മസ്തിഷ്ക വലുപ്പം ഏകദേശം 3 ഇരട്ടിയായി. 2 ദശലക്ഷം കൊണ്ട് 3 ഇരട്ടി വലുപ്പം മസ്തിഷ്കത്തിന് വന്നു. ഇത് സങ്കീർണമായ സാമൂഹിക സ്വഭാവങ്ങളും ഉപകരണങ്ങൾ നിർമ്മിക്കാനുള്ള കഴിവും ഭാഷ പ്രയോഗിക്കാനുള്ള കഴിവും ഉയർന്ന വൈജ്ഞാനിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള കഴിവും മനുഷ്യന് നൽകി. അതായത് മനുഷ്യൻ ഇങ്ങനെ പരിണമിച്ച് മനുഷ്യൻ്റെ ഇപ്പോഴത്തെ പ്രധാന സ്വഭാവങ്ങളിലൊന്നാണെന്ത്? സാമൂഹിക സ്വഭാവങ്ങളുണ്ട്, നമുക്ക് ഉപകരണങ്ങൾ നിർമ്മിക്കാനുള്ള കഴിവുണ്ട്, വ്യത്യസ്ത ഭാഷകൾ പ്രയോഗിക്കാനുള്ള കഴിവുണ്ട്, നമുക്ക് പഠിക്കാനുള്ള വൈജ്ഞാനിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള കഴിവുണ്ട്. അതൊക്കെ എന്താണ്? പരിണമിക്കപ്പെട്ട് ഉണ്ടായി വന്നതാണ്, മാറി വന്നതാണ്. മാറിക്കൊണ്ടിരിക്കുന്ന ചുറ്റുപാടുകളുമായി പൊരുത്തപ്പെടാനും സംസ്കാരം വികസിപ്പിക്കാനും അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാനും എത്തി. AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ വരെ എത്തിയില്ലേ. ഇത് മനുഷ്യനെ സഹായിച്ചു. ചെറിയ തലച്ചോറുള്ള പൂർവികരിൽ നിന്ന് ഹോമോസാപ്പിയൻസിലേക്കുള്ള മാറ്റത്തിന് അടിത്തറയിട്ടത് മസ്തിഷ്ക വികാസമാണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്താണ് മനുഷ്യ പരിണാമത്തിൻ്റെ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസ്തിഷ്കത്തിൻ്റെ വികാസം സംഭവിച്ചതിൻ്റെ വഴിയായിട്ട് സ്വഭാവങ്ങളും
ഘടനയും മാറി എന്നാണ് പഠിച്ചിട്ടുള്ളത്. മസ്തിഷ്കവും അനുബന്ധ ഭാഗങ്ങളും ഉൾപ്പെടുന്ന നാഡീവ്യവസ്ഥ, അതായത് നമ്മുടെ ബ്രെയിനാണ് അല്ലെങ്കിൽ മസ്തിഷ്കമാണ് നമ്മുടെ പരിണാമത്തിന് ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് എന്ന് മനസ്സിലാക്കിയ സ്ഥിതിക്ക് എന്താണ് മസ്തിഷ്കം, എങ്ങനെയാണ് മസ്തിഷ്കത്തിലെ കാര്യങ്ങൾ നടക്കുന്നത്, മസ്തിഷ്കത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു, അതിനെയാണ് നാഡീവ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് നാഡീവ്യവസ്ഥയെക്കുറിച്ചാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നാഡീവ്യവസ്ഥ മുതൽ ക്ലാസ് റീസ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു സോ മച്ച്.